അവിടെ ഇരിക്കേ. ഓ ഷിറ്റ്, കണ്ണീന്ന് മുത്തുകൾ പൊഴിഞ്ഞു വീഴുന്നു. ശിവാനി, നീ കരയുന്നത് കാണാൻ ഇന്ന് വരെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. ശിവാനി, പ്രശ്നങ്ങളൊക്കെ തൃശ്ശൂരിനോട് പറഞ്ഞല്ലോ അല്ലേ? എന്തൊക്കെയാ പറഞ്ഞ്? നീ പറഞ്ഞായിരുന്നോ നീ മനുഷ്യ സ്ത്രീയല്ല, നാഗറാണിയാണെന്നൊക്കെ പറഞ്ഞല്ലോ അല്ലേ? എന്നിട്ട് എന്തുണ്ടായി? തൃശ്ശൂര് നിന്നോട് എങ്ങനെയാ റിയാക്ട് ചെയ്തേ? ശിവാനി, ഐ കാന്റ് ഈവൻ ഇമാജിൻ. വീട്ടിലുള്ള എല്ലാവർക്കും പാമ്പെന്ന് കേട്ട തന്നെ പേടിയാ. അങ്ങനെ ആവുമ്പോ ഒരു സർപ്പത്തിനെ തന്നെ ആ മരുമോളാക്കിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാ അയ്യോ, എന്താ ഇപ്പൊ ചെയ്യ? നീ ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കില്ലേ? നോ, ചിന്തകളെല്ലാം മാറ്റി വെച്ചേ പറ്റൂ. എന്തുകൊണ്ടെന്നറിയോ? ചിതയിൽ ദഹിപ്പിക്കുന്നത് മരിച്ചവരെ ആണെങ്കില് ചിന്ത ദഹിപ്പിക്കുന്നത് ജീവനുള്ളവരെയാ. അതുകൊണ്ടാ ടെൻഷനൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. ഒരു കാര്യം ഞാൻ പറയും ശിവാനി, ഇതൊക്കെ നമുക്ക് ഇവിടെ വെച്ച് വിട്ടേക്കാം. What do you say? ദേവേത്, അത് നീ ആദ്യം ചെയ്ത വിക്രം. Hey, come on. അപ്പൊ സംസാരിക്കാനൊക്കെ അറിയാല്ലേ? നിന്നെ ഇത്രയും നേരം സൈലന്റ് ആയിട്ട് കണ്ടപ്പോ നിന്റെ നാക്ക് ഇറങ്ങിപ്പോയെന്നാ തോന്നിയേ. അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലേ? ശിവാനി, ഇപ്പൊ നിന്റെ ഈ വോയിസ് കേട്ട സമയത്ത് വളരെ സ്വീറ്റ് ആയിട്ട് തോന്നി എനിക്ക്. വിക്രം, ദേവേത്, നീ എന്നെ എന്റെ പാട്ടിന് വിട്ടേക്ക്. ഞാൻ ഇതുവരെ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടില്ല, വരികയില്ല. ഇതൊക്കെ ഇവിടെ വെച്ച് നിർത്തുന്നതാ നല്ലത്. ഓക്കെ, ഐ വിൽ സ്റ്റോപ്പ്. നീ സ്റ്റാർട്ട് എന്ന് പറയുമ്പോ സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് എന്ന് പറയുമ്പോ സ്റ്റോപ്പ് ആവാനും റിമോട്ടിൽ ഓടുന്ന റോബോട്ട് ഒന്നും അല്ല ഞാൻ. അധികം അങ്ങ് ആളാവല്ല ശിവാനി. നീ ഞാൻ പറയുന്നത് കേട്ടേ പറ്റൂ. ഇപ്പൊ മുതൽ നിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. നിനക്ക് ഞാനൊരു 6 hours ടൈം തരുന്നു. 6 hours ആവുന്നതിന് മുൻപ് തന്നെ നീലിമലയിലുള്ള അമ്പലത്തിലേക്ക് നീ വന്നേ മതിയാവൂ ശിവാനി. നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് വരണം. ഞാൻ അവിടെ കാത്തിരിക്കും നിന്നെ. അവിടേക്ക് എന്തിനാ? എല്ലാം ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞ എന്ത് ത്രില്ല ഉള്ള ശിവാനി. നീ ആ പറഞ്ഞ ഇടത്തേക്ക് ഒറ്റയ്ക്ക് വാ. കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് ഞാൻ പറയാം. ഇല്ല, ഞാൻ അങ്ങോട്ട് വരില്ല. ആഹാ, നീ അങ്ങോട്ട് വരിക തന്നെ ചെയ്യും. നീ ഇനി വരുന്നില്ല എങ്കില് നീ ആഗ്രഹിക്കാത്ത പലതും ഈ വീട്ടിൽ സംഭവിക്കും. എന്താ ഭീഷണിപ്പെടുത്താൻ നോക്കാണോ? ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണെന്നാണോ കരുതിയിരിക്കുന്നേ? നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ ഇങ്ങോട്ടും വരാൻ പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. വന്നില്ല എങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയില്ലേ ശിവാനി? എന്താ എന്ത് ചെയ്യും നീ? ഞാനൊരു നാഗമാണെന്ന കാര്യം മാത്രമേ നിനക്കറിയൂ. എന്നാൽ എന്റെ ദേഷ്യം എന്താണ്, എന്റെ ശക്തി എന്താണെന്ന് നിനക്കൊന്നും അറിയില്ല. നീ ഇങ്ങനെ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയ എന്റെ ദേഷ്യവും ശക്തിയും എല്ലാം ഞാൻ നിന്നിൽ പ്രയോഗിക്കേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണ്ട. നോക്ക്, ഒന്നും മിണ്ടാതെ ഞാൻ പറയുന്ന അങ്ങ് കേട്ടോ. കേൾക്കില്ല. നീ പറയുന്നത് പോലെ ചെയ്യൂല. നീ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ വരില്ല. ഇത് ശിവാനിയുടെ വാക്ക് അല്ല, നാഗറാണിയുടെ വാക്ക്. താങ്ക്സ്, എന്റെ കളഞ്ഞുപോയ മാല തേടി തന്നേന്. ഞാനത് എവിടേക്ക് തേടിയെന്നറിയോ? എനിക്കത് കിട്ടിയതേ ഇല്ല. നിങ്ങൾക്കത് എവിടുന്നാ കിട്ടിയത്? അത് മിസ്റ്റർ ശംഭു, എന്തായത്? താങ്ക്സ് പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരിക്കുവാണോ? കുഴപ്പമില്ല, ടൈം ആകുന്നു, എനിക്ക് പോകണം. ഹലോ, ഒരു മിനിറ്റ് നിൽക്കോ? അല്ല, നിങ്ങൾ എന്റെ ഗോൾഡ് ചെയിൻ കണ്ടുപിടിച്ച് തന്നില്ലേ, അതുകൊണ്ട് ഒരു ട്രീറ്റ് തരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. വരില്ല നിങ്ങള്? അത് സാരമില്ല, എനിക്ക് പോണമായിരുന്നു. മിസ്റ്റർ ശംഭു, ഒന്ന് വാനേ. വീണേ, ആരാടാ നീ? ആരാണെന്ന് ചോദിച്ചേ? ബ്രോ, എന്തായി കാണിക്കുന്നേ? എന്തിനാ ഇങ്ങനെ പെരുമാറുന്നേ? വീണേ, നീ ഒന്നും മിണ്ടാതിരിക്കേ. എന്റെ പെങ്ങടെ പിന്നാലെ നടക്കാൻ മാത്രം ധൈര്യമോ നിനക്ക്? എന്താ ഇത്? എന്റെ ഗരുഡ ശക്തി ഒന്നും ഉപയോഗിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ഇവനിൽ അതിലും കൂടുതൽ എന്ത് ശക്തിയാ ഉള്ളത്?
ഇനിയൊരു തവണ കൂടി നീ ഇവളെ ശല്യപ്പെടുത്തിന്ന് ഞാൻ അറിഞ്ഞ കൊന്നുകളയും നിന്നെ ഞാൻ. ബ്രോ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എന്തിനാ അവനിങ്ങനെ അടിച്ചേ? അല്ല ചേട്ടനിത് എന്താ പറ്റിയേ? പറ്റിയത് എനിക്കല്ല, നിനക്കാ. ഇവിടെ നിന്ന് സംസാരിക്കണ്ട, വീട്ടിൽ പോയിട്ട് ബാക്കി സംസാരിക്കാം. വാ എന്റെ കൂടെ. ബ്രോ നിനക്കിത് എന്താ പറ്റിയേ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എന്താ പറ്റിയെന്നോ? ഏതവനവൻ? എന്ത് ചെയ്യായിരുന്നു നിങ്ങളവിടെ? പറയാ. നീ നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ നോക്കുകയാണോ? ബ്രോ അതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ ഞാൻ... വിക്രം, കൈതാഴ്ത്ത്, താഴ്ത്താൻ. വീണ എന്ത് പറ്റി മോളെ? എന്തിനാ കരയുന്നേ? ചേട്ടാ ബ്രോ. എന്താ ബ്രോ, ഇവിടെ നീ വഴക്ക് പറഞ്ഞോ? വഴക്കല്ല, 4 എണ്ണം കൊടുക്കാൻ എനിക്ക് തോന്നുന്നേ. അവൾ എന്ത് തെറ്റാ ചെയ്ത്? ചോദിക്കടാ, നിന്റെ പുന്നാര അനിയത്തി എന്താ ചെയ്തെന്ന് അവളോട് തന്നെ ചോദിക്കേ. വീണേ എന്ത് പറ്റിയെന്ന് പറ. ചേട്ടാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ബ്രോ എന്നെ ആവശ്യമില്ലാതെ വഴക്ക് പറയാ. വീണേ സമാധാനായിട്ടിരിക്കെ, കരയല്ലേ. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ കരയുന്നേ? വീണേ, നിന്റെ ഈ മുതലക്കണ്ണീർ ആദ്യം ഒന്ന് നിർത്തുവോ? എല്ലാവരുടെ മുന്നിൽ കരഞ്ഞു കാണിച്ചിട്ട് സിമ്പതി നേടാമെന്നൊന്നും നീ കരുതണ്ട. വിക്രം പ്ലീസ്, നീ ഒന്നും മിണ്ടാതിരിക്കോ? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ അവളെ വഴക്ക് പറയുന്നേ? ഏതോ ഒരുത്തന്റെ കൂടെ കൊഞ്ചിക്കൊഴഞ്ഞ് വഴി നീളെ തെണ്ടി നടക്കുമായിരുന്നു ഇവള്. ഇത് കണ്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കണമായിരുന്നു. ത്രിവിക്രം അതിനെന്തിനാ ദേഷ്യപ്പെടുന്നേ? അതവളുടെ ഫ്രണ്ടായിരിക്കുന്നേ. ആദ്യം കാര്യങ്ങൾ ചോദിക്കേ. ഓഹോ, കറക്റ്റ്. ഇന്നിപ്പോ ജസ്റ്റ് ഫ്രണ്ട്സ്, നാളെ ബോയ് ഫ്രണ്ട് ആവും, അത് കഴിഞ്ഞ ഹസ്ബൻഡ്. വീണേ നീ എന്തൊന്നും പറയാത്ത? ഉള്ളത് പറ. ചേട്ടാ അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ. അവനെ അറിയാം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളോ? ശരിക്കും? അതെ ചേട്ടാ, എന്നെ സംശയിക്കാണോ? ചേ അങ്ങനെയൊന്നും ഇല്ല മോളെ. എടി എടി, ഇങ്ങനെ ഇമോഷണൽ ഡ്രാമ കളിച്ച് രണ്ടുപേരും കൂടെ നിർത്താൻ നോക്കുക. നിന്നെ എന്താ ചെയ്യേണ്ടത്? ഓ, എല്ലാവരും അങ്ങ് ഒന്നായല്ലേ? എന്നെ നിങ്ങൾ അകറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ വീട്ടിലെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. ആരും എന്റെ വാക്കുകൾ കേൾക്കുന്നില്ല. നോക്കാം നമുക്ക് എത്ര ദിവസം ഇങ്ങനെ പോവുമെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നടന്നേ പറ്റൂ. എന്ത് വില കൊടുത്ത് നടത്തിയെടുക്കും ഞാനതൊക്കെ. ഒരു സാധാരണ മനുഷ്യൻ നിന്റെ മേൽ കൈവച്ചെന്നോ? അവൻ അടിയും മേടിച്ച് വന്നിരിക്കുന്നു. നാണമാകുന്നില്ലേ നിനക്ക്? നിന്റെ ശക്തികളൊക്കെ എങ്ങോട്ട് പോയിട്ടാ? എന്തുകൊണ്ട് നിന്റെ ശക്തികൾ നീ ഉപയോഗിച്ചില്ല? ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു നോക്കിയതാ, എന്നാൽ എന്റെ ശക്തികൾ ഒന്നും തന്നെ അവിടെ ഉപയോഗിക്കാനായില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല? അവനൊരു സാധാരണ മനുഷ്യനല്ല. അവനിൽ ഏതോ വിശേഷമായ ശക്തികളുണ്ട്. അവൻ എത്ര ബലമായിട്ടാണ് അടിച്ചതെന്ന് വെച്ചാൽ ഞാൻ എന്റെ മന്ത്രശക്തികൾ വരെ മറന്നുപോയി. നമ്മളിൽ ഒരാളുടെ മേൽ കൈവച്ചിട്ടും നമ്മളിപ്പോൾ വെറുതെ ഇരിക്കണമെന്നാണോ? നമുക്കിപ്പോൾ ദേഷ്യത്തെക്കാൾ പ്രണയമാണ് മുഖ്യം. നമ്മളിപ്പോൾ ശാന്തരായി തന്നെ തുടരണം. പ്രണയമുണ്ടാകുന്നതും ശാന്തതയിലൂടെയാണ്. ഇപ്പോഴുണ്ടായ ഈ മുറിവോ വെറുതെ നമ്മൾ നോക്കിയിരിക്കണോ അച്ഛാ? എല്ലാ കോപവും ദേഷ്യവും മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് അവരുമായി ഒരു ബന്ധമുണ്ടാക്കിയെടുക്കണം.
അതിനുശേഷം ബന്ധത്തിന്റെ ആഴം കൂടുമ്പോൾ ദേഷ്യങ്ങളും തീർക്കാം. ശരി അച്ഛാ, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. 2 ദിവസത്തേക്ക് നീ അവളുടെ മുൻപിൽ പോകണ്ട. അവളായിട്ട് തന്നെ നിന്നെ തേടി വരും. കുറച്ചു ദിവസം കാത്തിരിക്കുക. അതെന്തിനാണ് അച്ഛാ? അവൾ ഇങ്ങോട്ട് തേടി വന്നാൽ അത് പ്രണയം, മറന്നാൽ അവൾക്ക് അങ്ങനെയൊന്നില്ലെന്നർത്ഥം. ആരാവൻ? നിനക്ക് നേരത്തെ പരിചയമുള്ളതാണോ അതോ കോളേജിലെ ഫ്രണ്ട് എങ്ങാനാണോ? അല്ല, ഈ അടുത്താ ഞാൻ പരിചയപ്പെട്ടത്. നല്ലൊരാളാന്ന് എനിക്ക് തോന്നി. എന്റെ അടുത്ത് ഇതുവരെയായിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. ഈ ഇടയായിട്ടാണ് കുറച്ചെങ്കിലും എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്. അതല്ലാതെ വേറെ ഒന്നുമില്ല ഏട്ടത്തി. അവനാണെങ്കി പേടി തൊണ്ടനാ. ഇന്നാണെങ്കി ത്രിവിക്രം ബ്രോ അവനെ അടിക്കുകയും ചെയ്തു. ഇനി അവൻ എന്റെ അടുത്ത് സംസാരിക്കോ എന്തോ. പാവം, ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. ഞാൻ ഇനി എന്താ ചെയ്യാ? അല്ല, ഞാൻ ഇനി അവനോട് സംസാരിച്ചത് തെറ്റായി പോയോ? ചേച്ചേ, അതിലെന്താ തെറ്റുള്ളത്? സംസാരിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുറത്തു വെച്ച് വേണ്ട. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അതെ, വീട്ടിലിതേ ഇത്ര സ്ഥലം കിടക്കുമല്ലേ, പുറത്ത് ലോണുണ്ട്, എവിടെ വേണമെങ്കിലും ഇരുന്ന് സംസാരിക്കാലോ. വീട്ടുകാർക്ക് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ പുറത്തു വെച്ച് സംസാരിച്ചാലും ആരും വന്ന് വീട്ടുകാരോട് കംപ്ലൈന്റ് പറയില്ല. ഒരുപക്ഷെ വന്ന് പറഞ്ഞാലും ഇവിടെ ഉള്ളവരാരും തെറ്റിദ്ധരിക്കില്ല. എന്താന്ന് വെച്ചാ അവനെ നമുക്ക് നേരത്തെ അറിയാവുന്നതല്ലേ. ശരി, നീ ഒരു ദിവസം അവനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വാ. ഓക്കെ? ശരി. ഗുഡ്, വെരി ഗുഡ്. ഇതാണ് ഞങ്ങളുടെ വീണമോള്. എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ നീ എത്ര സുന്ദരിയാണെന്നറിയോ? അവിടെ നോക്ക്, ശിവാനയുടെ മുഖത്തേക്ക് നോക്കി. ഒരു കുരങ്ങനെ പോലില്ലേ? ഓക്കെ, സോറി സോറി. എന്തു പറ്റി കൊച്ചുമകനെ? വീണ്ടും നീ അബദ്ധം വല്ലതും കാണിച്ചോ? മുത്തശ്ശിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വാസമില്ല അല്ലേ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ മുത്തശ്ശി? താഴെ വീണ് കിടക്കുന്നവനെ കല്ലെറിയാന്ന് പറയില്ലേ, അതുപോലെ. എന്താ ഞാൻ ചെയ്യണ്ടേ? എന്തിനാടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ചോദിച്ചത് നിന്റെ മുഖത്തെ വെപ്രാളം കണ്ടിട്ടാ. വേറൊന്നുമല്ല മുത്തശ്ശി, എന്നെ ഇപ്പൊ അവിടെ ആർക്കും വേണ്ടല്ലോ. ഒറ്റയ്ക്ക് ജീവിച്ച് മരിക്കണമെന്നായിരിക്കും എന്റെ തലയിലെഴുത്ത്. അയ്യോ, നീ ഒറ്റയ്ക്കല്ലടാ കൊച്ചുമകനെ, നിന്റെ കൂടെ ഞാനുമുണ്ട്. മുത്തശ്ശി മാത്രം മതിയോ? എനിക്ക് ശിവാനിയും വേണം. അവളില്ലാതെ എന്ത് ജീവിതം എനിക്ക്? ഈ വാശി നിർത്താനാണ് ഞാൻ പറയുന്നത്. വാശി കാണിക്കുന്നത് ഞാനല്ല, അവളാ. അവൾക്ക് എന്റെ കൂടെ വന്നാൽ എന്താ കുഴപ്പം? അല്ല, എന്നേക്കാ കൂടുതലായി തൃശ്ശൂരിൽ എന്താ ഉള്ളേ? ഇതാണ് നിനക്കറിയാത്ത കാര്യമെന്ന് ഞാൻ പറഞ്ഞത്. കാര്യങ്ങൾ അറിയാതെ എടുത്തു ചാടുകയാണ് നീ. എന്ത് കാര്യമാ? ശിവാനി നീ വിചാരിക്കുന്നത് പോലെ അല്ല. അവൾ ഇച്ഛാധാരി നാഗമാണെന്നുള്ളത് സത്യ. എന്നാൽ അവള് ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം വേറെയാ. എന്താ അവളുടെ ഉദ്ദേശം? എന്താന്ന് പറയേ. അവളുടെ പ്രണയത്തെ തേടിയാണ് വന്നിരിക്കുന്നത്. എന്നുവെച്ചാ? പോയി ആ കഥ അടയ്ക്ക്. മറ്റാരെങ്കിലും കേട്ടാൽ പ്രശ്നമാ. പറയും മുത്തശ്ശി. മെയിൻ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. മുത്തശ്ശി കാര്യം എന്താന്ന് വെച്ചാ പറ. അവൾ തേടി വന്നിരിക്കുന്നത് ആദിശേഷനെയാ. ആദിശേഷനോ? അവനേതാ? ആ പേര് ഞാൻ കേട്ടിട്ടില്ല. 23 വർഷങ്ങൾക്ക് മുൻപ് ശിവാനി ഒരാളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവരിരുവരെയും കുറച്ചുപേർ ചേർന്ന് തമ്മിലകറ്റി അവളുടെ പ്രിയതമനെ കൊന്നുകളഞ്ഞു. അവനാണ് ആദിശേഷൻ. അല്ല മുത്തശ്ശി, മുത്തശ്ശി പറയുന്ന സ്റ്റോറിയും ശിവാനിയും തമ്മിൽ എന്ത് ബന്ധമുള്ളേ? ബന്ധമുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ശിവാനിക്ക് നഷ്ടപ്പെട്ട ആദിശേഷനാണ് ഈ ജന്മത്തിൽ തൃശൂൽ. എന്നുവെച്ചാ? ശിവാനിയോടുള്ള പ്രണയത്തിനായി ആദിശേഷൻ പുനർജന്മമെടുത്ത് ഭൂമിയിലേക്ക് വന്നു. അത് നിങ്ങളുടെ വീട്ടിൽ ശിവാനി അവനെ അന്വേഷിച്ചാണ് വന്നിരിക്കുന്നത്. ആ വീട്ടിൽ ഒരേ സമയത്ത് നിങ്ങൾ 2 പേര് ജനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശിവാനിക്ക് ആരാണ് ആദിശേഷൻ എന്നുള്ള സംശയമുണ്ടായി. 2 പേരെയും അവൾ പരീക്ഷിച്ചു.
അവസാനം പരീക്ഷയിൽ വിജയിച്ചത് തൃശൂർ. ആ പരീക്ഷയിൽ വിജയിച്ച തൃശൂലുമായി ഒന്നു ചേർന്നു. ഇങ്ങനൊരു കഥ ഉണ്ടായിരുന്നു അല്ലേ? ഇത് നേരത്തെ പറയാതിരുന്നത് എന്താ? ഇതൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് എന്റെ ശക്തികളെല്ലാം ഞാൻ നിനക്ക് തന്നത്. എന്നാൽ നീ എന്നെ കൊന്നുകളഞ്ഞില്ലേ? എനിക്കൊന്ന് സംസാരിക്കാനുള്ള അവസരം പോലും തന്നില്ല. സോറി മുത്തശ്ശി, ഞാൻ തെറ്റാ ചെയ്തേ. എനിക്കിപ്പോ കൃത്യമായിട്ട് മനസ്സിലായി. ഇനി അങ്ങോട്ട് ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. എന്താ നിന്റെ ഉദ്ദേശം? മുത്തശ്ശി, ശിവാനിയുടെ കഴുത്തിപ്പോ എന്റെ കയ്യിലിരിക്കുക. വിടുവോ ഞാനത്? പന്ത് തട്ടുന്ന പോലെ തട്ടുവോ അത് ഞാൻ?